ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ സവാളയും വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തിക്ക് പകരം നമുക്കിത് ചെയ്യാൻ പറ്റും, കറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയിൽ വേണമെങ്കിലും ചെയ്യാം, ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒട്ടും കഴിക്കാത്തവരാണെങ്കിൽ ഓയിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്ക് സാധാ വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആവണ വരെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ മസാല ഒന്നും കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും നമുക്കിത് ചുമ്മാ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും, കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം, നല്ല സോഫ്റ്റാക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1.5 സവാള അത്രേ എടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ സവാള ഭയങ്കര വലുതാണെങ്കിൽ ഒരു സവാളയൊക്കെ എടുത്താൽ മതി. എന്നിട്ട് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്താണ്, നല്ല തിന്നായിട്ട് കട്ട് ചെയ്താണ്. അതിൽ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മസാലപ്പൊടികൾ അധികം ഒന്നും ചേർക്കുന്നില്ല, മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള നല്ല തിന്നായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക, എന്നാലാണ് നമുക്ക് നന്നായിട്ട് ഇത് പരത്തിയെടുക്കാൻ പറ്റുക. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ മസാല നമ്മൾ വേവിക്കുന്നൊന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് ചേർക്കണം. പക്ഷേ അങ്ങനെ ചേർത്തൊന്നും ചേർത്തിട്ട് ടേസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ടാവില്ല, നല്ല രസം ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ എടുക്കില്ലേ, അത്രയും വലുപ്പത്തിൽ തന്നെ എടുത്താൽ മതി. അതിൽ കൂടുതൽ എടുക്കണമെന്നൊന്നുമില്ല, പക്ഷെ ഒരുപാട് ചെറുതായി പോകരുത്. അപ്പോൾ ഈ ഒരു അളവിൽ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 3 പേർക്കൊക്കെ കഴിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ അതേ ഞാൻ എല്ലാം ഒന്ന് റോൾ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വെച്ചിട്ട് പരത്തണമെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല റൗണ്ട് ആവുന്നവരെ പരത്തിയെടുക്കുക. അത് സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തില്ലേ, അതേപോലെ തന്നെ പരത്തിയെടുത്താൽ മതി. ഒത്തിരി അങ്ങോട്ട് തിന്നാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പൊട്ടിപ്പോവും. അപ്പോൾ നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിത് പരത്തിയതിന് ശേഷം ഇത് നടുക്ക് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നില്ല, നടുക്കിൽ വരെ കട്ട് ചെയ്യുകയാണ് ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരു സൈഡിലായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. നമുക്കിത് കോണാക്കിയിട്ട് മടക്കാനുള്ളതാണ്. അതുപോലെ ഒരുപാട് സൈഡിലേക്ക് പോകുന്ന രീതിയിലും വെച്ച് കൊടുക്കരുത്. സൈഡിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. മടക്കിയിട്ട് നമ്മൾ ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. മസാല പുറത്ത് പോവാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. വെള്ളമൊന്നും ആക്കണ്ട, അല്ലാതെ തന്നെ ഒട്ടിക്കോളും. ഇനി ഇപ്പുറത്തെ സൈഡിലുണ്ടല്ലോ, അവിടെ നമ്മൾ കുറച്ച് ഓയിലാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ലെയർ പോലെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് നമുക്ക് കുറച്ചൊന്ന് ഗോതമ്പ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്കിത് പിന്നെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇത് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ മടക്ക് ചപ്പാത്തിയൊക്കെ പോലെ ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഇനി ഇവിടെയും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി അങ്ങനെ വല്ലാണ്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ എന്തായാലും പരത്താൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റം മാത്രം ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ പരത്തുമ്പോൾ ശ്രദ്ധിച്ച് പരത്താം, ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്ത് പരത്തരുത്. അപ്പോൾ നമുക്ക് കുറച്ച് പൊടിയിട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാനത് ഒന്ന് പരത്തുന്നുണ്ട്. ഒരുപാട് വലുപ്പമൊന്നും വേണ്ട, ഇതിങ്ങനെ ചെറുതായിട്ട് എന്തായാലും നമ്മൾ പരത്തുന്ന സമയത്ത് പൊട്ടും. എന്നാലും ഫുള്ളായിട്ട് മസാല പുറത്ത് പോകുന്ന രീതിയിൽ പരത്തിയെടുക്കരുത്. ചെറുതായിട്ടൊന്ന് പൊട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പം നമ്മൾ പരത്തിയിട്ടുണ്ട്, ചെറിയ രീതിയിൽ മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഒരെണ്ണം കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നടുക്ക് വരെ കട്ട് ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ മസാല ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ സൈഡിലും നമുക്ക് എണ്ണയാക്കി കൊടുത്തതിന് ശേഷം പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സൈഡൊന്ന് ലെവലാക്കിയതിന് ശേഷം ഇതൊന്ന് മടക്കി കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷൻ മാറാൻ വേണ്ടി ഒന്നുകൂടെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്കിപ്പ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ ഞാൻ വീണ്ടും മടക്കിയിട്ടുണ്ട്. ഇവിടെ ഒന്നും കൂടി മടക്കിയെടുക്കാം. എന്നിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് സംഭവം ചെയ്യാനായിട്ട്. നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള സമയത്തൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കൊടുത്തു വിടാനും പറ്റുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് പരത്തിയെടുക്കാം.
നിങ്ങൾക്ക് ഉള്ളി ഇങ്ങനെ കടിക്കണ തീരെ ഇഷ്ടമല്ല എന്നാണെങ്കിൽ നിങ്ങൾ മസാല വേണമെങ്കിൽ വഴറ്റിയിട്ടും ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുക. ഓയിലൊട്ടും കഴിക്കാത്തവരാണെങ്കിൽ ചുമ്മാ ചുട്ടെടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഫുൾ തീയിൽ വെച്ച് ചെയ്യരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക. ചെറുതായിട്ട് ഉള്ളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തിരിച്ചങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളി ചെറുതായിട്ട് കടിക്കുന്ന പോലെ ഉണ്ടാവുക. നല്ല രസമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളി കാരണം എല്ലാവർക്കും ഉള്ളി ഇങ്ങനെ കടിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ മസാല വഴറ്റിക്കോളൂ. അല്ലാത്തവർ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യുക. കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കഴിക്കുമ്പോൾ ചൂടോടെ വേണം കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല പോലെ അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു കറിയുടെ ഇതിൻ്റെ ആവശ്യം വരില്ല. കണ്ടില്ലേ, നല്ല രസമില്ലേ കഴിക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്